ഫ്രാൻസിനും ബ്രിട്ടനും ശേഷം ഇപ്പോൾ ഇസ്രായേലിൻ്റെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യമാണ്. ഇന്ത്യ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീനെ തുറന്ന പിന്തുണ കൊടുക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇസ്രായേലും പലസ്തീനും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭയിൽ ഒരു ഉന്നത സമ്മേളനം നടന്നു. ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ഇതിൽ പങ്കെടുത്തു. പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ പ്രശ്നത്തിൽ വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ നിലപാട് ഈ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇന്ത്യയും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇസ്രായേൽ പലസ്തീൻ തർക്കം പരിഹരിക്കുന്നതിനുള്ള ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള പിന്തുണ അത് ആവർത്തിക്കുന്നുണ്ട്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങൾ ഇപ്പോൾ സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും ദ്വിരാഷ്ട്ര പരിഹാരം കൈവരിക്കുന്നതിനാലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് ഇന്ത്യ യുഎന്നിൽ വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. ഒരു ഡോക്യുമെന്ററി പരിഹാരത്തിൽ ആരും തൃപ്തരാകരുത്, എന്നാൽ പ്രായോഗിക പരിഹാരം കൊണ്ടുവരാൻ ശ്രമിക്കണം. പലസ്തീൻ പ്രശ്നത്തിന്റെ സമാധാനപരമായ പരിഹാരത്തെക്കുറിച്ചുള്ള യുഎൻ സമ്മേളനത്തിൽ നടന്ന ചർച്ചകളിൽ നിന്ന് ദ്വിരാഷ്ട്ര പരിഹാരമല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് അന്താരാഷ്ട്ര സമൂഹം വിശ്വസിക്കുന്നുവെന്ന് വ്യക്തമാണെന്ന് യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസിഡർ പർവതാനി ഹരീഷാണ് അഭിപ്രായപ്പെട്ടത്. ദ്വിരാഷ്ട്ര പരിഹാരത്തിലൂടെ സമാധാനം സ്ഥാപിക്കുന്നതിൻ്റെ ദിശ പരിഗണിക്കാൻ ഈ സമ്മേളനം അവസരം നൽകുന്നു. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. ഇനി നമ്മുടെ ശ്രമങ്ങൾ ഇരു രാജ്യങ്ങൾക്കും സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും എങ്ങനെ ഒത്തുതീർപ്പിലെത്താമെന്നും പോരാടുന്ന രണ്ട് കക്ഷികൾക്ക് പരസ്പരം നേരിട്ട് ബന്ധം സ്ഥാപിക്കാമെന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്നും ഹരീഷ് പറയുന്നുണ്ട്. പിന്തുണയ്ക്കായി പരിഹാരത്തിന് വഴിയൊരുക്കുന്ന അത്തരം നടപടികൾ സ്വീകരിക്കണം. ഈ നടപടികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും പലസ്തീൻ പ്രശ്നത്തിലും രണ്ട് രാഷ്ട്ര പരിഹാരത്തിനും സമാധാനപരമായ പരിഹാരത്തെക്കുറിച്ചുള്ള ന്യൂയോർക്ക് പ്രഖ്യാപനം എന്ന തലക്കെട്ടുള്ള 25 പേരുള്ള ഫലരേഖ ഗാസയിലെ ഇപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ഊന്നി പറഞ്ഞു. എല്ലാ ഹമാസ് ബന്ദികളെയും മോചിപ്പിക്കണം. ജൂലൈ 28-30 തീയതികളിൽ നടന്ന ഉന്നതതല സമ്മേളനത്തിന് സൗദി അറേബ്യയും ഫ്രാൻസും സംയുക്തമായി അധ്യക്ഷത വഹിച്ചു. പാലസ്തീൻ ജനതയുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നും ഐക്യരാഷ്ട്രസഭയിൽ ലോക രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.